ഇറാനും യുഎസും തമ്മിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടെ ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സംബന്ധിച്ച് സുപ്രധാന വിവരം പങ്കുവച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കുമെന്നാണ് ട്രംപ് അവകാശപ്പെട്ടിരിക്കുന്നത്. ഒന്നുകിൽ അമേരിക്കയ്ക്ക് കൈമാറി അവ നശിപ്പിക്കും, അല്ലെങ്കിൽ ഇറാന്റെ സഹകരണത്തോടെ ഏകോപനത്തോടെ അവിടെ വെച്ച് നശിപ്പിക്കും. ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ കുറിക്കുകയും ചെയ്തു. എന്നാൽ ട്രംപിന്റെ ഈ അവകാശവാദത്തോട് ഇറാൻ പ്രതികരിച്ചിട്ടില്ല. ഇറാനുമായുള്ള ഏതൊരു അന്തിമ കരാറും ആ രാജ്യം ഉയർത്തുന്ന ആണവ ഭീഷണി പൂർണ്ണമായും ഇല്ലാതാക്കുന്നതാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിൽ ഇറാനിലെ സമ്പുഷ്ടീകരിച്ച യുറേനിയം സംബന്ധിച്ച സുപ്രധാന വിവരം ഇപ്പോൾ ട്രംപ് പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും അവ നശിപ്പിക്കുമെന്നാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതിനോട് ഇതുവരെ ഇറാൻ പ്രതികരിച്ചിട്ടില്ല. വീണ്ടും ഒരു യുദ്ധ സാഹചര്യങ്ങളിലേക്ക് കാര്യങ്ങൾ കടക്കുകയാണോ എന്നാണ് ഇനി ലോകം ഉറ്റുനോക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപുമായി ബെഞ്ചമിൻ നെതന്യാഹു ഒരു ധാരണയിലെത്തിയിരുന്നു. അത് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ കാര്യമായിരുന്നു. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണശാലകൾ പൂർണ്ണമായും പൊളിച്ചു നീക്കണമെന്നും സമ്പുഷ്ടീകരിച്ച ആണവ വസ്തുക്കൾ ഇറാനിൽ നിന്ന് മാറ്റണമെന്നും നെതന്യാഹു ആവശ്യപ്പെടുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഇറാനിൽ അമേരിക്ക ആക്രമണം കടുപ്പിച്ചത്. ഹോർമൂസ് കടലിടുക്കിൽ മൈനുകൾ വിരിക്കാൻ ശ്രമിച്ച 2 IRGC ബോട്ടുകളും അമേരിക്കൻ യുദ്ധവിമാനങ്ങളെ ലക്ഷ്യം വെച്ച ബന്ദർ അബ്ബാസിലെ മിസൈൽ കേന്ദ്രവുമാണ് തകർത്തത്. കഴിഞ്ഞ ഫെബ്രുവരി 28-ന് യുഎസും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ നടത്തിയ വലിയ വ്യോമാക്രമണത്തെ തുടർന്നാണ് പശ്ചിമേഷ്യയിൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടത്. ഇതിന് മറുപടിയായി ഇറാൻ ഇസ്രായേലിനും ഗൾഫിലെ US സഖ്യരാജ്യങ്ങൾക്കും നേരെ തിരിച്ചടിക്കുകയും ഹോർമൂസ് കടലിടുക്ക് ഭാഗികമായി അടയ്ക്കുകയും ചെയ്തിരുന്നു. ഇതേ തുടർന്ന് ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോഴുണ്ടായ പുതിയ US ആക്രമണം നിലവിലെ സമാധാന ചർച്ചകളെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ ആശങ്ക നിലനിൽക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നീക്കങ്ങൾ സജീവമായി പുരോഗമിക്കുമ്പോഴും അനാവശ്യ ധൃതി വേണ്ടെന്ന് ട്രംപ് വ്യക്തമാക്കിയിരുന്നു. സമാധാന ചർച്ചകളിൽ US പ്രതിനിധികൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ട്രംപ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്തിൽ കുറിച്ചു. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ട് നടക്കുന്ന ചർച്ചകളിൽ ഒരുവിധ പിഴവുകളും സംഭവിക്കരുതെന്നും ധൃതി പിടിച്ച് ഒരു കരാറിലും ഒപ്പുവയ്ക്കേണ്ടതില്ലെന്നും ട്രംപ് നിർദ്ദേശം നൽകുകയായിരുന്നു. ഇറാനെ ഒരു തരത്തിലും ആണവായുധങ്ങൾ വികസിപ്പിക്കാനോ സ്വന്തമാക്കാനോ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ ട്രംപ് സമാധാന ചർച്ചകൾ വളരെ കൃത്യതയോടെയും പിഴവുകളില്ലാതെയും മുന്നോട്ട് കൊണ്ടുപോകണമെന്നും ഓർമ്മിപ്പിച്ചു.